ഞാൻ തായിബ്. എൻ്റെ പ്രൊഫഷൻ ബിസിനസ്സാണ്. എറണാകുളംകാരനാണ്. ഇതെൻ്റെ മാരുതി ജിപ്സി കിങ്. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ പൊതുവെ ജിപ്സിയുടെ കാര്യം പറയുകയാണ്. അത് ഒരു യൂത്തിനിടയിൽ മാത്രമല്ല, ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ പോലും ഒരു നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടുള്ളൊരു ക്രൈസ് എന്തുകൊണ്ടാണ് എനിക്ക് വന്നതെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ ഒരു 90s കിഡാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഫിലിം കാര്യങ്ങൾ, അതേപോലെ മിലിറ്ററിയുടെ യൂസ്, അങ്ങനെയുള്ള ഇതൊക്കെ ചെറുപ്പത്തിലെ കണ്ടു തന്നെയാണ് ടി വിയിലും കാര്യങ്ങളായിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ തന്നെ. പിന്നെ ഞാനൊരു റോഡ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാശ്മീരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാശ്മീർ പോകുമ്പോൾ അവിടെ ബോർഡർ റോഡ്സിൽ വെച്ച് ഇങ്ങനെ ജിപ്സി അങ്ങനെ കാണാറുണ്ട്, മിലിറ്ററിയുടെ വണ്ടികൾ. ഏകദേശം ഈ പറഞ്ഞ പോലെ മിലിറ്ററി ടക്സിന് ഒപ്പം തന്നെ എസ്കോർട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ശരിക്കും ആ വന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ ഒരു ക്യാമറ പോലും പുറത്തേക്ക് എടുക്കാണ്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന് ആ ഒരു മിലിറ്ററിക്കാർ, അതേപോലെ ആ ഒരു റൈബാൻ ഗ്ലാസ്സൊക്കെ വെച്ച് അവർ വന്ന ആ ഒരു കാഴ്ച കണ്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ജിപ്സിനോട് ഇത്ര ആഗ്രഹം വരാൻ കാരണം. അങ്ങനെ ഒരു വണ്ടി എടുക്കുകയും അത് മോഡിഫൈ എന്ന് പറയുന്നതിലും നല്ലത് എൻ്റെ പേഴ്സണലായിട്ടുള്ള രീതിയിൽ, എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഞാൻ ഈ വണ്ടി ഇംപ്രൊവൈസ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ഈ ട്യൂണർ ഫാക്ടറിയുടെ ഓണേഴ്സിൽ ഒരാളായ റാൻസി, അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ പുള്ളിനോട് പല കാര്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങൾ പറയുകയും, അങ്ങനെ പുള്ളിയുടേതായ ഒപ്പീനിയൻ, വേറെ സജഷൻസ് കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഏകദേശം ഒരു 1.5 കൊല്ലത്തെ പോസ്റ്റിന് ശേഷമാണ് വണ്ടി എനിക്ക് കയ്യിലേക്ക് കിട്ടിയത്. അതിനിടയ്ക്ക് ഒരു ലോക്ക്ഡൗൺ ഒക്കെ വന്നു. ഞാൻ റാൻസി ഡി അൽമേര. മാരുതി ജിപ്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാരുതി ജിപ്സി സ്വന്തമാക്കുക എന്നത് ഏവരുടെയും ഒരു ആഗ്രഹമാണ്. ചെറുപ്പം, അതായത് എൻ്റെയും ഒരു കോളേജ് ടൈമിൽ ഒരു ജിപ്സി സ്വന്തമാക്കുക, അതിലൊരു റാലിക്ക് ഇറങ്ങുക എന്നൊക്കെ എൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് തായിബ് വന്ന് പറയുകയും നമുക്കൊരു ജിപ്സി റീബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും ഞങ്ങളൊരു 2005 മോഡൽ ഒരു ആർമി ഡിസ്പോസൽ വണ്ടി എടുക്കുകയും 1.3 ലിറ്റർ ജിപ്സി കിങ് ഞങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വണ്ടി കിട്ടുമ്പോൾ, അതായത് വണ്ടി ഒരു പെയിൻറ്റിങ് എല്ലാം വളരെ മോശമായിരുന്നു. ഒരു നോർമൽ സ്റ്റോക്ക് ജിപ്സിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. എക്സ്റ്റീരിയർ ഭാഗമായ നമ്മുടെ റൂഫ് റാക്ക് കാണാൻ പറ്റും. അത് ശരിക്കും എൻ്റെ ഒരു ആവശ്യം അനുസരണമാണ് അത് പുള്ളി പണിയിച്ച് തന്നത്. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ടെൻറ്റ് യൂസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് ജസ്റ്റ് ലഗേജ് കാര്യങ്ങൾ വെക്കാനാണ്. കാരണം വണ്ടിയുടെ അകത്ത് ബക്കറ്റ് സീറ്റ്സാണ്, അപ്പോൾ ഒരുപാട് ലഗേജ് കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഏകദേശം ഒരു 50 to 70 കിലോഗ്രാം മാക്സിമം അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഇത് ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. ഹാർഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈബറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബോൾട്ട് ഓൺ മേളിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, റൂഫിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ, നേരെ ഇതിൻ്റെ മെറ്റൽ പാർട്ടായ ഈ പറഞ്ഞ ഫെൻഡേഴ്സിൻ്റെ അവിടെ നിന്നും, പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ ഈ പറഞ്ഞ ഡിക്കിയുടെ സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ആയിട്ട് ഈ മെറ്റൽ പാർട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പുള്ളിയുടേതായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. കാരണം ആ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഓരോ LNKയുടെ സ്ക്രൂസ് വെച്ചേക്കുന്നതാണെങ്കിൽ പോലും പുള്ളി അത് പല നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് എനിക്ക് തന്നു. വണ്ടി അത് ഓവറായിട്ട് പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യാണ്ട് നമുക്ക് വണ്ടീനോട് തന്നെ ചേർന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പുള്ളി എനിക്ക് ചെയ്തു തന്നേക്കുന്നത്. നമ്മൾക്ക് കിട്ടുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു സ്ക്രാപ്പ് പോലെ ആയിരുന്നു. നിറയെ ക്രാക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുള്ളി റീറ്റെയിൻ ചെയ്ത് ഫൈബർ ചെയ്യേണ്ടടുത്ത് ഫൈബർ ചെയ്ത് രണ്ടാമതൊരു ടെക്സ്ചർ ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റ് ഫിനിഷാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്ലാസ്റ്റിക് ആ ഒരു റഫ്നെസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള ഒരു പെയിൻറ്റിങ്ങാണ് നമ്മൾ ഹാർഡ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു ബോഡി കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ തീമുമാണ് കൊടുത്തിരിക്കുന്നത് ഹാർഡ് ടോപ്പിന്. ഇതിൻ്റെ അത് ബമ്പേഴ്സിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് ഈ ബമ്പേഴ്സ് പറഞ്ഞ പ്രകാരം തന്നെ പുള്ളി അത് മൊത്തത്തിൽ ചെയ്തു തന്നത്. കാരണം ഒരു നോർമൽ ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ടൈപ്പ് ഒരു ബമ്പറല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു യുണീക്കായിരിക്കണമെന്ന് എനിക്ക് ഇത്തിരി വാശിയുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞതിന് പുറമേ തന്നെയാണ് പുള്ളി അത് റെഡിയാക്കി തന്നത്.
കാരണം ഈ പറഞ്ഞ ബുൾബാസ് മിക്കതിലും കാണാൻ പറ്റും, മിക്ക വണ്ടിയിലും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫോഗ് ലാംപ്സും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഒന്നും ഇതേപോലെ മൗണ്ട് ചെയ്യിക്കുന്നത് വേറെ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ വേറെ ജിപ്സീസിൽ വേറെ അധികം അങ്ങനെ കണ്ടുവരാത്തതാണ്. അപ്പോൾ അങ്ങനെ പുള്ളി അത് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മെറ്റലാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്തു തന്നു. ഇതിൻ്റെ അകത്ത് ഫോഗ് ലാംപ്സ് എന്ന് പറയാനായിട്ട് ഇതിനും മാത്രം വലിയ സംഭവമൊന്നുമില്ല. ജസ്റ്റ് സ്വിഫ്റ്റിൻ്റെ ഫോഗ് ലാംപ്സ് ആണ്. പിന്നെ ജസ്റ്റ് ഒരു LED ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഈ വിഞ്ചിൻ്റെ കേസാണ്. ഏകദേശം 10K വോണ്ട് 10K വോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വിഞ്ചാണത്. ഏകദേശം 10K എന്ന് പറയുമ്പോൾ 10,000 കിലോഗ്രാം. നമ്മുടെ വണ്ടിക്ക് ഏകദേശം 1000 കിലോ അടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ 10,000 കിലോഗ്രാം വരെ ഈ വണ്ടിക്ക് ഈ വിഞ്ചിന് വലിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇത് മൗണ്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചാസിയിലേക്കാണ് ഇത് മൗണ്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പൊതുവേ കാണുമ്പോൾ തന്നെ ബമ്പറിൽ മൗണ്ട് ചെയ്തേക്കാനായിട്ടാണ് കാണുള്ളൂ. പക്ഷേ ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ബേസ് ചാസിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്ന എക്സ്റ്റീരിയർ എന്ന് പറയാനായിട്ട് ബാക്കിലെ ബമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ഈ വണ്ടി ജിപ്സി എന്ന് പറയുന്ന വണ്ടി പുറത്തുനിന്ന് സാമുറായി എന്ന് പറഞ്ഞൊരു മോഡലായിട്ടാണ്. അപ്പോൾ ഈ സാമുറായി എന്ന് പറയുന്ന ഒരു റാലി വണ്ടിയുടെ ഒരു ബാക്കിൽ ഒരു റയർ ബമ്പർ അവിടുത്തെ ഒരു ഡിസൈൻ അനുസരിച്ചാണ് ഞാൻ പുള്ളിനോട് പറഞ്ഞത്. അത് തന്നെ പുള്ളി അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ഏകദേശം ഉള്ളിലേക്ക് തന്നെ തള്ളിയിരിക്കുന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു MT ടയറാണ് നമുക്ക് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15 ഇഞ്ചാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സിന് വേറൊരു LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം മിക്ക ട്രിപ്പും ഈ പറഞ്ഞ പോലെ സോളോ ആണ് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബിഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സോളോ ആയിട്ട് പോകുമ്പോൾ ഇതേപോലെ വേറെ ക്രൂ ഒന്നും വേറെ ഒപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴത്തെ ഒരു സേഫ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ, കാരണം എവിടെ പെട്ട് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 ബക്കറ്റ് സീറ്റ്സാണ് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അത് വെർണ മാരുതി 800 അങ്ങനെ 2 വണ്ടികളുടെ സീറ്റ്സാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. പിന്നെ അത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ AC ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. അപ്പോൾ ഇത് 2 എസ്റ്റീമിൻ്റെയാണ്. പിന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഡാമ്പ് ചെയ്തിട്ടുണ്ട്, വിനൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് പ്രൂഫ്, അത്യാവശ്യം നല്ല സൗണ്ട് പ്രൂഫാണ്. പിന്നെ ഇതിനകത്ത് BMCയുടെ എയർ ഫിൽറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ഇറിഡിയം പ്ലഗ്സ്, പിന്നെ സിന്തറ്റിക് ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ, പിന്നെ സസ്പെൻഷൻ സൈഡും ഓഫ് റോഡിന് പറ്റിയ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് അത് കൊണ്ടു നടക്കാനാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് നമ്മുടേതായ രീതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്കത് ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇളവുകൾ കാര്യങ്ങൾ കിട്ടുമായിരുന്നുണ്ടെങ്കിൽ, കാരണം അത് നല്ല രീതിയിൽ അത് ഓട്ടോമൊബൈലായിട്ടുള്ള എൻതൂസിയാസ്റ്റിന് നല്ല രീതിയിൽ ഉപകാരപ്പെടും. നമ്മളുടെ ഇപ്പോൾ നാട്ടിൽ വരുന്നത് കുറേ മോഡിഫിക്കേഷൻസ് എല്ലാം നോ എന്നുള്ളൊരു ഇതാണ് നമ്മൾക്ക് കിടക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മൾക്ക് കുറച്ച് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് അലോയ് ചെയ്യുക. നമ്മൾക്ക് അറിയാവുന്നതാണ്, നമ്മളുടെ ഈ പ്രളയകാലത്ത് ഇങ്ങനെയുള്ള ഓഫ് റോഡിങ് വണ്ടികളാണ്, അതായത് പോലീസുകാർക്കും നമ്മളുടെ മറ്റുള്ളവർ രക്ഷാപ്രവർത്തനം എത്തിപ്പെടാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ വരെ ഇങ്ങനെയുള്ള വണ്ടികളാണ് അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ ഓഫ് റോഡിങ് വാഹനങ്ങളാണ് കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത്. ഈ വണ്ടിയുടെ റിസ്റ്റോറേഷൻ്റെ കഥ പറയുകയാണെങ്കിൽ അതൊരു രസകരമായ കഥയാണ്. ഏകദേശം 1 വർഷത്തോളം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വന്നത് ഏകദേശം 1 വർഷത്തോളം എടുത്തു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഓരോ പാർട്സും അഴിച്ച് അതിന് പകരമായിട്ടുള്ള പാർട്സും മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓരോരോ മുക്കിലും മൂലയിലും നമ്മളത് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വണ്ടിയുടെ കാര്യം മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ, അതായത് ട്യൂണർ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവരൊരു 110% ഹാപ്പി ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു മോട്ടോ, അതായത് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ട്നേഴ്സായ സുഹിം, നിഷാദ്, നെജു ഇവരുടെ എല്ലാം സപ്പോർട്ടും, പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ക്രൂ, അതായത് ട്യൂണർ ഫാക്ടറിയിലെ എംപ്ലോയീസ്, അവരെല്ലാവരും ഈ വണ്ടിയോടുള്ള ഒരു ഭയങ്കരമായ ആവേശമുള്ള അല്ലെങ്കിൽ ഒരു
പാഷനുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇതിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പെയിൻറ്റിങ് ബൂത്ത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു വോൾവോ ബസ് വരെ പെയിൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബൂത്താണ് നമ്മളിവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഒരു വാഹനത്തിന് വേണ്ടിയുള്ള എല്ലാ A to Z വർക്കുകളും നമ്മൾ ഈ അണ്ടർ വൺ റൂഫിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് പെർഫോമൻസ് അപ്ഗ്രേഡ്, പെയിൻറ്റിങ്, ആക്സിഡൻറ്റ് റിപ്പയേഴ്സ്, മെക്കാനിക്കൽ, അപ്പോൾസ്ട്രി, ആക്സസറീസ്, ഇതെല്ലാം നമ്മൾ അണ്ടർ വൺ റൂഫിൽ ഈ ഒരു സംരംഭത്തിൽ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ ഒരു വാഹനം ഇതേപോലെ ഇംപ്രൂവൈസ് ചെയ്തിരിക്കുന്നത് ഒരു തൊട്ടപ്പുറത്തെ കടയിൽ പോയി ഒരു സാധനം മേടിക്കാനോ അതേപോലെ തന്നെ ഒരു ഫാമിലി യൂസിനോ അല്ലെങ്കിൽ ഒരു സിറ്റി ഡ്രൈവിനോ വേണ്ടിയല്ല. ഞാൻ എൻ്റേതായ ബിസിനസ് കാര്യങ്ങളായിട്ട് ഓഫ് റോഡ് കാര്യങ്ങൾ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെ വണ്ടികളും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു വാഹനമാണ് അതിനു വേണ്ടി ഏറ്റവും അനുയോജ്യമായി എനിക്ക് തോന്നിയത്. കാരണം ബാക്കിയുള്ള വണ്ടികളായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയും അയാളുടെ പേഴ്സണലായിട്ട് ഉള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരു വണ്ടി ഇതേപോലെ അതിൻ്റേതായ ചേഞ്ചസ് ചിലപ്പോൾ വരുത്തേണ്ടി വരും. അപ്പോൾ അത് ലീഗലി ചെയ്യാൻ പറ്റിയ ഇളവുകൾ കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്.